ലോർഡ്. അതാണ് ദൂത് കേട്ടോ. ആ അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒരിത്. നമ്പേഴ്സ് 4:11, സംഖ്യാപുസ്തകം 4:11. വായിച്ചോളൂ. ഒന്നും കൂടെ വായിച്ചേ. ആ ഓ യു ഹാവ് ടു റീഡ് ദാറ്റ് വോൾ ചാപ്റ്റർ. ആ അധ്യായം മുഴുവൻ 4 വായിക്കുക. അതിൻ്റെ ഒരു ശുശ്രൂഷയുടെ കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു യാഗപീഠത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവം ഒരു ശുശ്രൂഷ തരുന്നുണ്ട്. ദാറ്റ് ഈസ് Psalms 24:3, സങ്കീർത്തനം 24:3. മനസ്സിലായി? സങ്കീർത്തനം 24:3 സോ മനസ്സിലായ? യു വിൽ ക്ലൈംബ് ടു ദ ടോപ്പ് ഓഫ് ദ ഹിൽ ആൻഡ് സീ ഗോഡ്. നിങ്ങൾ യഹോവയുടെ പർവ്വതത്തിൽ കയറി നിങ്ങൾ യഹോവയെ കാണും. പറഞ്ഞ മനസ്സിലായ? അതാണ് വേർഡ്. ജെയിംസ് 2:5, യാക്കോബ് 2:5. ഇതൊക്കെ ഭയങ്കര വചനങ്ങളാണ് കേട്ടോ. കറക്റ്റ് ദൈവം തരുന്നതാണ്. ആ ആ നിങ്ങളുടെ വിഷയം ഇതാണല്ലേ? ദരിദ്രരെ നിങ്ങളുടെ വിഷയം സാമ്പത്തികമാണ്. അപ്പം നിങ്ങൾക്കൊരു ദൈവം മാന്യത തരികയാണ്. പറഞ്ഞാൽ മനസ്സിലായേ? വീട്ടിൽ ചെന്ന് ആ ചാപ്റ്റർ മുഴുവൻ വായിക്കുക കേട്ടോ. യാക്കോബ് 2:5. അതായത് ദൈവം നിങ്ങൾക്ക്, യു ആർ തിങ്കിങ് അബൌട്ട് യുവർ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണോ? നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ 24 മണിക്കൂറും ചിന്തിക്കുന്നത്. ശരിയോ തെറ്റോ? അല്ലാതെ പരിശുദ്ധാത്മാവിനെ കിട്ടിയ അത് രണ്ടാമത്. സോ ദാറ്റ് ഈസ് ദ വേർഡ്. God will bless you. Luke 4:11, ലൂക്കോസ് 4:11. You will not, നിങ്ങൾ ഒത്തിരി പ്രശ്നത്തിലൂടെ കടന്നു. You are going through many problems but you will not fall. The angels will guard you. That is the word. Hallelujah. John 8:6, യോഹന്നാൻ 8:6. So people are accusing you. ആൾക്കാർ നിങ്ങളെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞ മനസ്സിലായി? ശരിയാണോ? അപ്പോൾ അവിടെ അതാണ് ആ വേർഡ് വന്നത്. നിങ്ങളെ ആൾക്കാർ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബന്ധുക്കളും പീപ്പിൾ ആർ ബ്ലെയിമിങ് യു. സോ ദൈവം നിങ്ങളോട് ഉണ്ട്. അതാണ് യേശു എന്ത് ചെയ്തു അവിടെ. എല്ലാം പിടികിട്ടിയാ? വീട്ടിൽ ചെന്ന് അത് വായിച്ചോണം. യോഹന്നാൻ 8:6 ആൾക്കാർ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കണം. ശരിയാണോ? നിങ്ങളില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മേൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ജീസസ് ഡിഡ് നോട്ട് ഫൈൻഡ് എനി ബ്ലെയിം ഇൻ യു. യേശു അതിലൊരു കുറ്റം കണ്ടില്ല. പറഞ്ഞ മനസ്സിലായി? അതാണ് അത് പറയുന്നത്. ആൾക്കാർ കുറ്റം വിധിച്ചു, പക്ഷെ യേശു നിലത്ത് നോക്കി എഴുതിക്കൊണ്ടിരുന്നു. എല്ലാം പിടികിട്ടിയാ? ആൻഡ് ഡിട്രോണമി 11:2, ആവർത്തനം 11:2. ഒന്നും കൂടെ വായിച്ച എന്താ? 11:2 ആണോ? ഒന്നും കൂടെ വായിച്ച 11:1 and 2 വായിച്ചേ.
ആ ആ അവ എല്ലാ കൽപ്പനകളും അനുസരിച്ചോണം, ദൈവത്തിന്റെ മഹത്വവും എല്ലാം നിങ്ങൾക്ക് വരും. വീട്ടിൽ ചെന്ന് ധ്യാനിച്ചോണം അത് കേട്ടോ. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നെഹമ്യാവ്, ദ ബുക്ക് ഓഫ് നെഹമ്യാവ് 3:17. നെഹമ്യാവിന്റെ പുസ്തകം ആ ആ ഓ ആ നിങ്ങൾ ദേവാലയത്തിൽ പണിയുന്നതിൽ നിങ്ങൾക്കൊരു നല്ല പങ്കുണ്ടായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾ ദൈവം തന്നിട്ടുണ്ടായിരിക്കും. അതാണ് പറയുന്നത്. നെഹമ്യാവിന്റെ പുസ്തകം എത്ര 3:17. അവിടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ദേവാലയം പണിയുന്നതിൽ ദൈവം ഒരു പങ്ക് തരും. ദിസ് ഇസ് ദ വേർഡ്. സോ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നിവിടെ വന്നവർക്ക് പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് I declare the heaven be opened and power of God be released. The power of the Lord is coming upon you. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുന്നു. The heaven is opened. സ്വർഗം തുറന്നിരിക്കുന്നു. The power of the Lord is coming upon you and breaking the chains. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിത ഇറങ്ങി നിങ്ങളുടെ ബന്ധനങ്ങളെ എല്ലാം അഴിച്ചു കളയുന്നു. The fire of the Lord is coming upon you. ദൈവത്തിന്റെ തീ നിങ്ങളുടെ മേൽ വരുന്നു. The anointing of the Lord is coming upon you. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വരുന്നു. New languages are given to you. പുതിയ ഭാഷകൾ നിങ്ങൾക്ക് തരുന്നു. The power is coming. The fire is coming. Sound office. The fire is coming. The fire is coming. The power is coming. The power is coming. The enemy is weakened. Shakamaramala. Tulamasarama. The power is coming. The fire is coming. You are filled with the Holy Spirit. You are filled with the Holy Spirit. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ഒരു തീപന്തമായി ഇറങ്ങി വരുന്നു. അഗ്നി, the fire of the Lord is coming. The angels are coming with swords. Shalakama zalama salamala sakarima shagaram darastara kalamar sharabana tarabala. എല്ലാവരുടെ മേലും ദൈവ സാന്നിധ്യം. The power of the Lord is coming. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. The power of the Lord is coming. The fire of the Lord is coming. Hallelujah. കർത്താവെ, എല്ലാവരെയും ദൈവകരങ്ങളെ കേൾപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിത്യജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരുറപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു.